ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ ഞാൻ ഇന്ന് മാനിഫെസ്റ്റേഷൻ്റെ 6ാമത്തെ റൂളായിട്ടോ വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു ഗോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ കുറച്ച് റൂൾസൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് വർക്കാവുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതായത് നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു ഗോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി വേണം, നമ്മുടെ തോട്ട്സ് കറക്റ്റ് ആയിരിക്കണം, ഇമോഷൻസ് കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, ബിലീഫ്സ് കറക്റ്റ് ആക്കണം, അഞ്ചാമതായിട്ട് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോക്കസിനെ കുറിച്ച്. നമ്മുടെ ശ്രദ്ധ എങ്ങോട്ടാണോ പോകുന്നത് അവിടത്തേക്കാണ് നമ്മുടെ എനർജിയും പോവുക കേട്ടോ. അപ്പോൾ ആ എനർജി പോകുന്ന അവിടത്തേക്കാണ് നമ്മുടെ ഗ്രോത്ത് ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ ബ്രെയിന് ഒരു RIS എന്ന് പറയുന്ന ഒരു ഫിൽറ്ററിങ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു കാര്യം നമ്മൾ നിരന്തരം പറയണം, എനിക്ക് പ്രശ്നമാണ്, അല്ല എനിക്ക് കടമാണ്, അല്ല അങ്ങനെ നെഗറ്റീവ് ആയിട്ട് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ വിചാരിക്കും ഇത് എന്തോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് വിചാരിച്ചിട്ട് അത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും പ്രശ്നങ്ങളും കടങ്ങളും ഇതൊക്കെ തന്നെയായിരിക്കും നമ്മൾ കേൾക്കുന്നത്. പ്രശ്നങ്ങളെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നമ്മൾ സൊല്യൂഷൻസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വരും, അല്ലെങ്കിൽ പുതിയ ബിസിനസ് ഐഡിയാസ് നമ്മുടെ മുന്നിൽ വരും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ജോലി സാധ്യതകൾ നമ്മുടെ മുന്നിൽ വരും. അപ്പോൾ നമുക്കൊരു ചുവന്ന കാറ് വാങ്ങണമെന്ന് നമ്മൾ ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ റോഡിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ ഒത്തിരി ചുവന്ന കാറുകൾ കാണും, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ നമ്മൾ TV ആഡിൽ ഈ ഒരു കാറ് നമ്മൾ കാണാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചുറ്റും ഇരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഈ കാറിനെ കുറിച്ചിട്ട് പറയുന്നുണ്ടാവും. അതായത് ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ ഫോക്കസ് മാറിയത് കൊണ്ടാണ് നമ്മളിത് കൃത്യമായിട്ട് നമ്മൾ കാണുന്നത്. ഒരു കർഷകൻ, ഓക്കെ, അപ്പം അയാൾ വിത്തിട്ടു, അതിനെ വെള്ളവും വെളിച്ചമൊക്കെ നമ്മൾ നിരന്തരം കൊടുക്കുന്നു, അപ്പോൾ അത് വളരും. മറിച്ച് അവിടെ കുറേ കളകളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മൾ വെള്ളവും വെളിച്ചമാണ് ഇടുന്നുണ്ടെങ്കിൽ കളകളായിരിക്കും വളരുക. അതുപോലെ നമ്മുടെ ലൈഫിൽ എന്തിനാണോ നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത് അതിന് വെള്ളവും വെളിച്ചവും നമ്മൾ കൊടുക്കുന്നത്, അതാണ് നമ്മുടെ ലൈഫിൽ വളരുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗോൾസിനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധയും അതിന് വേണ്ട വെള്ളവും വെളിച്ചവും ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഗോൾസ് ആയിരിക്കും വളരുക. മറിച്ച് നിങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ പ്രശ്നങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ വരിക. ഒരു ദിവസം നമുക്ക് 75,000 തോട്ട്സാണ് നമ്മുടെ മൈൻഡിലൂടെ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അറ്റ്ലീസ്റ്റ് ഒരു 35,000 ഓഫ് തോട്ട്സ് എങ്കിലും നമ്മുടെ ഗോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും അതുമായിട്ട് നമുക്ക് ചിന്തിക്കാനും അതിന് വേണ്ട തോട്ട്സ് കൊടുക്കാനും ഇമോഷൻസ് കൊടുക്കാനും അതിന് വേണ്ട ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാനും അതിന് വേണ്ട ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് വർക്ക് ചെയ്യും കേട്ടോ.